ദേശീയഗീതമായ വന്ദേമാതരം മുഴുവനായി ആലപിക്കണമെന്ന ലോക്ഭവൻ നിർദ്ദേശം തള്ളി സർക്കാർ. നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപ് വന്ദേമാതരത്തിന്റെ മുഴുവൻ ഭാഗവും ആലപിക്കാത്തതിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അതൃപ്തി പരസ്യമാക്കി. സർക്കാർ നടപടിയെ പിന്തുണച്ച് പ്രതിപക്ഷവും വിമർശിച്ച് ബിജെപിയും രംഗത്ത് വന്നു. അതിനിടെ ഗവർണറെ അനുഗമിച്ച് സഭാതലത്തിൽ പ്രവേശിച്ച സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന്റെ നടപടി വിവാദമായി. കേരള നിയമസഭ ചരിത്രത്തിലാദ്യമായാണ് സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് വന്ദേമാതരം ആലപിച്ചത്. ദേശീയ ഗീതമായ വന്ദേമാതരം മുഴുവനായും ആലപിക്കണമെന്ന ലോക്ഭവൻ നിർദ്ദേശം സർക്കാർ തള്ളി. സഭാ നടപടികൾ തുടങ്ങിയതും അവസാനിച്ചതും പോലീസ് ബാൻഡ് ബ്യൂഗിളിൽ വായിച്ച വന്ദേമാതരത്തിന്റെ ആദ്യ 2 ഈരടികളോടെ. വന്ദേമാതരം മുഴുവനായും ആലപിക്കണമെന്നതാണ് പ്രോട്ടോകോളെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. വന്ദേമാതരം should be sung or played on music or band. Whenever it is played or sung, it has to be in full. That is what we feel. വിഷയത്തിൽ സർക്കാരിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണ. RSS അജണ്ട കേരളത്തിന് നടപ്പാക്കേണ്ട ബാധ്യതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കേണ്ട കാര്യമില്ല. അതിൽ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. അതിലെ ആദ്യത്തെ 2 ഈരടികളാണ് ചൊല്ലേണ്ടത്. അതാണ് ഇവിടെ ചൊല്ലിയത്. ആ ചൊല്ലിയതിന് മറ്റു തടസ്സങ്ങളില്ല. ഗവർണറെയും ലോക്ഭവനെയും ദേശീയഗീതത്തെയും അവഹേളിച്ചെന്നാണ് BJP ആരോപണം. വാസ്തവത്തിൽ ഇന്നത്തെ കേരള നിയമസഭയുടെ ഈ നടപടി ലോക്ഭവനെയും ഗവർണറെയും അതോടൊപ്പം ദേശീയ ഗീതത്തെയും അനാദരവ് കാണിക്കുന്ന നടപടിയായി. അതേസമയം സഭാതലത്തിൽ പ്രവേശിച്ച് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ചട്ടലംഘനം നടത്തിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാകാമെന്നും വിവാദത്തിനില്ലെന്നുമാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിലപാട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.